നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താ ഫലം കണ്ടു, നേതാക്കൾ ഇടപെട്ടു. മലമ്പുഴ കടുക്കാകുന്നം അക്കരക്കാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണെന്ന വാർത്ത ഈ ചാനലിൽ ഇന്നലെ വൈകിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ഇന്ന് രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് എത്തുകയും ജനങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ നമുക്ക് ലൈവായി തന്നെ കാണാം. യുവമോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ മാധവദാസ്, വാർഡ് മെമ്പർ അജീഷ്, ബിന്ദു എന്നിവരും ശ്രീ കൃഷ്ണകുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു. ലൈൻ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും EOടും സംസാരിച്ചു. അപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവരത് നോക്കിയിട്ട് ലൈൻ ഉണ്ടെങ്കിൽ ആ വാൾവ് പാലത്തിന്റെ അവിടുത്തെ പൈപ്പ് എടുത്തു. ഇവിടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നമസ്കാരം. ഞാൻ ഈ മലമ്പുഴ നമ്മുടെ വാരണി അക്കരക്കാട് ഭാഗത്ത് കുറേ ദിവസങ്ങളായിട്ടിപ്പോൾ വെള്ളമില്ല. ഒരു രാത്രി 1 മണിക്കൊക്കെയാണ് കുറച്ച് എന്തെങ്കിലും വരിക. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ ഈ കടുക്കാകുന്നം ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടുന്ന് ആയിരുന്നു അവിടേക്കുള്ള കണക്ഷൻ. നമ്മുടെ വാരണി പാലം പുതുക്കി പണിയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വാരണി പാലത്തിൻ്റെ അവിടെ വെച്ച് ഇതിനെ വാൽവ് ക്ലോസ് ചെയ്തു. എന്നിട്ട് SN നഗർ ഭാഗത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടെയിൽ എൻഡ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് വെള്ളം വരുന്നില്ല. അപ്പോൾ ഈ അക്കരക്കാട് വാരണി ഭാഗത്ത് 5ാം വാർഡ് മലമ്പുഴ 5ാം വാർഡ് ഭാഗത്ത് 5ഉം 6ഉം വരും. അപ്പോൾ നേരത്തെ ഈ വാരണി പാലം റിപ്പയർ പറഞ്ഞിട്ടാണ് അന്ന് ക്ലോസ് ചെയ്ത്. നേരത്തെ പോലെ ആ വാൾവ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നല്ലോണം പ്രശ്നമില്ലാതെ വെള്ളം കിട്ടുമായിരിക്കും. അപ്പോൾ പുഴയിൽ നിന്ന് പാലം പണി നടന്നില്ല. കട്ട് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്തില്ല. പാലം പണി നടന്നില്ല. ആ ലൈനുണ്ട്, ഇപ്പോഴും ഉണ്ട്, ലൈനുണ്ട്. അപ്പോൾ അതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഈ വേനലായതുകൊണ്ട്, കാരണം ഈ ടെയിൽ എൻഡ് ആയതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഇല്ലാത്തത്. ഈ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് നമ്മുടെ ഈ ഭാഗത്താരാ വരും സർ? ഞാൻ മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി. അപ്പോൾ ആ സമയത്താണ് അമൃതിൻ്റെ നമ്മൾ തുടങ്ങിയത്. ഓക്കെ ഒന്ന് സഹായിക്കണം സാർ. വല്ലാത്ത ബുദ്ധിമുട്ട്. പുഴവെള്ളമാണ് എടുക്കുന്നത് വീട്ടുകാരൊക്കെ. ഓക്കെ എവിടുന്നാ വെള്ളം? അതിന്നൊരു 3-4 കണക്ഷൻ ഇവിടെ തന്നെ വെച്ചാൽ അവർക്ക് ആളുകൾക്ക് കോരാതെ എടുക്കാൻ. അത് ഒരു സ്റ്റാൻഡ് ബൈ എപ്പോഴും നല്ലതാണ്. ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് മതിയല്ലോ. ആ മോട്ടോർ ബില്ല് വീട്ടുകാരെ കൂടി അറിയണ ബില്ല് തുച്ഛമായിട്ടേ വരുള്ളൂ. ഈ ഭാഗം ടെയിലെൻഡാ മറ്റേ ലൈനിൽ നിന്ന് വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടാത്തത്. ശരിക്കും അത് നമ്മൾ മറ്റേ ഈ ഭാഗത്തുനിന്ന് ഈ നേരത്തെ പോലെ ആ വാരണി പാലത്തിൻ്റെ അവിടെയുള്ള വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഈ അക്കരക്കാട് ഈ ഭാഗത്തേക്കൊക്കെ കറക്റ്റായിട്ട് വെള്ളം വരും. അപ്പോൾ ഞാൻ ഈയോട് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞാൽ ആ ലൈന് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പാലത്തിൻ്റെ അവിടെ ലൈന് കട്ട് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് വല്ലാതെ ഇപ്പോൾ 3-4 ദിവസം പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. വല്ലാതെ ഞാൻ ഇപ്പോൾ പോയി ഒരു പഴയ കിണർ റിപ്പയർ ചെയ്തിട്ട് പാഴടിഞ്ഞ് കിടക്കാൻ കിണറത്തെ വെള്ളമൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഒന്ന് നോക്കിയിട്ടൊന്ന് ശരിയാക്കി. ഓക്കെ കഴിഞ്ഞ
4-5 ദിവസങ്ങളായിട്ട് മലമ്പുഴ പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. മലമ്പുഴ കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. ജനങ്ങള് പുഴയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ള കിണറുകളിൽ നിന്നും എല്ലാം വെള്ളം എടുത്തിട്ടാണ് അവരുടെ നിത്യമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വാട്ടർ അതോറിറ്റി ആയിട്ട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചു. ഈ പ്രദേശത്ത് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ എല്ലാം ഇട്ട് അതിലാവശ്യത്തിന് ജനങ്ങൾക്കുള്ള കുടിവെള്ളം എത്തിക്കാത്ത അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടി തികച്ചും അപലപനീയമാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരാം എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മലമ്പുഴ കുടിവെള്ള പദ്ധതി ഈ മലമ്പുഴ പഞ്ചായത്തിലാണ്. ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിയാത്തത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇതിനുള്ള പ്രതിവിധി ഏറ്റവും അടുത്ത ദിവസം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ രൂക്ഷമായിട്ടുള്ള വേനൽ ഉണ്ടാവുന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പഞ്ചായത്തിന്റെ ഭാഗത്ത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വന്നിട്ടുള്ളത്. ഇത്രയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുന്ന പ്രദേശത്ത് സാധാരണ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളൊക്കെ പദ്ധതികൾ ഉൾപ്പെടുത്തി ആ പ്രദേശത്തെ പൊതുകിണറുകൾ വൃത്തിയാക്കാനും ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടിവെള്ള സ്രോതസ്സായിട്ട് കിണറുകൾ ഉപയോഗിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. പക്ഷെ മലമ്പുഴ പഞ്ചായത്ത് ഈ കാര്യത്തിൽ വളരെ നിസ്സംഗതയാണ് കാണിച്ചിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള നടപടികളും ഈ കുടിവെള്ളക്ഷാമത്തെ നേരിടാനുള്ള യാതൊരുവിധ പദ്ധതികളും മലമ്പുഴ പഞ്ചായത്തിന് ഇല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ പ്രദേശത്തെ ഈ 5-6 വാർഡുകൾ ഉൾപ്പെട്ട പൊതുകിണറുകൾ സന്ദർശിച്ചു നോക്കിയിരുന്നു. ആ പൊതുകിണറുകൾ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. കാട് പിടിച്ച് വെള്ളമെല്ലാം മലിനമായിട്ട് കിടക്കുന്ന സ്ഥിതിയിലാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പഞ്ചായത്ത് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന തകർന്നു കിടക്കുന്ന കിണറുകൾ വൃത്തിയാക്കാനും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക, അതുപോലും പഞ്ചായത്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.